ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിതാ ദേര സിറ്റി സെൻറ്ററിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈത്തപ്പഴമൊക്കെ നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം കുറേ ഈത്തപ്പഴം ഉണ്ട്. നമ്മൾ നടക്കുന്ന വഴിക്ക് നമ്മളെ നാട്ടിൽ മാങ്ങ ഉണ്ടാകുന്ന പോലെ ഇവിടെ ഈത്തപ്പഴം നെറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റെഡിയായി വരണം. എൻ്റെ മോളിന്നായിരുന്നു ഞാളും മുരിങ്ങയും ഇലയും പറിക്കാറുള്ളത്. ഇപ്പം എല്ലാം ഉണങ്ങി ചുക്കി ചുളിക്കും പോയി. ഈത്തപ്പഴം ഉണ്ട്, പക്ഷേ ഇവിടെ അവർ നെറ്റിക്കില്ല. ഇസ്ലാത്ത് മെട്രോ നേരത്തെത്തിട്ടോ. എല്ലാവരും കൂടെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോവാട്ടോ. എയർപോർട്ട് ഫ്രീ സോണിലെത്തി. അവിടുന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് മെട്രോയിൽ കയറി നമ്മളിതാ ദേര സിറ്റി സെൻറ്ററിന് മെട്രോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തി നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങാം. നമ്മളിതാ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആദ്യം തന്നെ പോയത് RMBയിലേക്കാട്ടോ. ഫ്രീ ട്രാവൽ ബാഗ് കിട്ടുന്നതാണ് ഗൈസ്. ഇവിടുന്ന് 200 ദിർഹംസിൻ്റെ മേലെ എങ്ങാണ്ട് വാങ്ങിച്ചാൽ ഇവിടുന്ന് ട്രാവൽ ബാഗ് ഫ്രീ ആയിട്ട് കിട്ടും. അവരെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ളതാട്ടോ. ഞാനിതെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ ഇല്ലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾക്ക് മാത്രം ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കാരിഫോറിൻ്റെ ഫുഡ് കോർട്ടിലേക്കാട്ടോ. നല്ല വിശക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് എല്ലാം ഇങ്ങനെ നോക്കി കുറേ നടന്ന് കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നോക്കി. അവിടുന്ന് ഷേർക്ക ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഭാഗത്ത് ഞാനും എല്ലും കൂടെ കുറേ ഇങ്ങനെ വന്ന് നോക്കി. അവസാനം ഷവർമ തന്നെ ഓർഡർ ചെയ്ത് കഴിച്ച്. പിന്നെ നമ്മളിതാ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ LC വോക്കിലേക്ക് പോയി. എല്ലാവരും ഇങ്ങനെ നിരന്ന് നടക്കുന്നുണ്ട്. പരത്തി വീഡിയോ എടുക്കേണ്ട അവസ്ഥ. പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ച. റൊമാൻറ്റിക്കായ അടികൂടുന്ന ഫാമിലി. പിന്നെ ഒരു ക്യാപ്പ് കിട്ടിയപ്പോൾ ഞാനും എല്ലാം കൂടെ ഇവിടുന്ന് ഒരു മിറർ സെൽഫി എടുത്ത് അത് കഴിഞ്ഞിതാ അഫ്രൂസും നിഫും കൂടെ ഒരേ പോലത്തെ ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇതാണ് സൈദക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വാവ. ഇതാ ഓനിങ്ങനെ കുറേ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. എല്ലാവരുടെ അടുത്തും പോകുന്നുണ്ട്. മൂപ്പർ എല്ലാവരും എടുക്കാൻ വേണ്ടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. അങ്ങനെ മാഷാഅല്ലാ എല്ലാം കഴിഞ്ഞ് നമ്മളിതാ എല്ലാവരെയും ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോവാട്ടോ. അപ്പോഴേക്കന്നെ നല്ല സമയം ലേറ്റ് ആയിട്ടുണ്ടായി. നമ്മൾ വൈകുന്നേരം ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഒരു 11-12 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ പോയത് മെട്രോയിലേക്കാണ്. അപ്പോൾ മെട്രോയിലേക്ക് ആദ്യം പോകാൻ നോക്കിയപ്പോൾ നമ്മൾ ഉള്ളിൽ കയറാൻ വേണ്ടി പോയപ്പോൾ മെട്രോ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്ലാനാക്കി ഫുഡ് കഴിക്കാം. അപ്പോൾ അതുവരെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെറുതെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതാ മെട്രോൻ്റെ ഉള്ളിലേക്ക് കയറി നേരെ നമ്മളപ്പുറത്തെ സൈഡ് ഇറങ്ങി സൊക്കോട്ര മന്തിയിലേക്കാണ് പോയത്. പിന്നെ ഉള്ളിലേക്ക് സീറ്റൊക്കെ നോക്കാൻ വേണ്ടി ഓരോരോ ആൾക്കാർ പോയി. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്ത് വന്ന് ഇതാ എല്ലാവരും ഒരു മജ്ലിസിനുള്ളിൽ കയറി ഇതാ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, മട്ടൻ ചിക്കൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചത് ചിക്കൻ ആണ്. മട്ടനും മന്തിയൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഏകദേശം ഫുഡൊക്കെ കഴിയാനായി. ഒരുപാട് സമയം ഫുഡും കഴിച്ച് അവിടെ കഥയും പറഞ്ഞിരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയുന്നേരം നമ്മളെ മുഫിയും ഷമീർക്കയും വിളിക്കുന്നുണ്ടായിരുന്നു. ഒരു രണ്ടാളും വന്നിട്ടില്ല, മുഫിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട്. അങ്ങനെ ആദ്യം തന്നെ ഇതാ ഫൈമും ഫാമിലിയും പോയി. അതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ ടാക്സി വിളിച്ചിട്ട് നമ്മളെല്ലാവരും എയർപോർട്ട് ഫ്രീ സോണിലേക്കായി. നമ്മൾ ഇന്ന് ജുമാനാൻ്റെ അടുത്തേക്കാട്ടോ പോയത്. ഞാൻ അവിടെ സ്റ്റേ അടിക്കാൻ. അതും കഴിഞ്ഞ് നിഫു അഫ്രൂം ബാക്കിയായി അവരും പോയി. അപ്പോൾ ബായ്.